നമസ്കാരം. സുരേഷ് ഗോപി കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് എയറിലാണ് എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം. വേറൊന്നും കൊണ്ടല്ല, ഒന്നുകിൽ സിനിമാക്കാരനായി ജീവിക്കുക, അത് സിനിമയിലൊക്കെ അഭിനയിച്ച് സിനിമയിലെ കഥാപാത്രങ്ങളെയൊക്കെ ഉൾക്കൊണ്ട് ആ നിലയിലേക്ക് മുന്നോട്ട് പോവുക. ഒരു ജനസേവകനാണെങ്കിൽ സിനിമാക്കാരൻ എന്ന പരിവേഷം മാറ്റിവെക്കുക, എന്നിട്ട് ജനസേവകനാകുക. ഈ ജനസേവകൻ ആകേണ്ട ചില ക്വാളിറ്റികളുണ്ട്. അത്തരം ക്വാളിറ്റി സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ നമ്മൾ കണ്ടിട്ടില്ല. അതായത് ജനസേവകൻ എന്ന് പറയുന്നത്, അതായത് ഒരു പൊതുപ്രവർത്തകൻ ശീലിക്കേണ്ട ചില ക്വാളിറ്റികളിൽ നിന്ന് സുരേഷ് ഗോപി എപ്പോഴൊക്കെയോ അല്ലെങ്കിൽ പൂർണ്ണമായി തന്നെ ഒഴിഞ്ഞു മാറി നടക്കുകയാണ്. സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരാൾ എനിക്ക് പൂണൂലിട്ട ഒരു കുലത്തിൽ ജനിക്കണം, ഉന്നത കുലത്തിൽ ജനിക്കണം എന്ന് പറഞ്ഞപ്പോൾ മുതൽ തന്നെ സുരേഷ് ഗോപിയുടെ ഉള്ളിലിരിപ്പ് എന്താണ് എന്നുള്ളത് മനസ്സിലായി. സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന അദ്ദേഹം പല TV ഷോകളിലൊക്കെ പങ്കെടുക്കുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കൊണ്ട് നടന്നിട്ടുള്ള ഒരു വർഗീയതയുണ്ട്. അതിനെക്കുറിച്ച് അതിൽ പങ്കെടുത്തിട്ടുള്ള പലരും അതിനെക്കുറിച്ച് വ്യക്തമാക്കിയിട്ടുമുള്ള കാര്യമാണ്. അപ്പോൾ അന്ന് മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഈ ഡിസ്ക്രിമിനേഷൻ ചിന്താഗതി, അതായത് ഈ പറയുന്ന പോലെ ഒരു വർഗീയ ഒരു ചിന്താഗതി ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹം കൊണ്ടു നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയെ പോലെ ഒരാൾക്ക് അത്തരം പച്ചയ്ക്ക് വർഗീയത, അല്ലെങ്കിൽ നിങ്ങൾ ശശികലയ്ക്കൊപ്പം ചേരുക, കൊണ്ടു നടക്കുന്നത് ശരിയായ നടപടിയല്ല. പിന്നെ തന്നെയല്ല, തൻ്റെ മുന്നിലേക്ക് എത്തുന്ന ജനങ്ങളോട് അനുതാപത്തോടു കൂടി പെരുമാറാനുള്ള ഒരു ശീലം ഏതൊരു രാഷ്ട്രീയക്കാരനും പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. മന്ത്രി എന്നുള്ള നിലയിൽ നോക്കുമ്പോൾ നിങ്ങൾ വെറും ഒരു സഹമന്ത്രി മാത്രമാണ്, കേന്ദ്രമന്ത്രിയല്ല എന്നുള്ള കാര്യം സുരേഷ് ഗോപി പലപ്പോഴും മറന്നു പോകുന്നു. നിങ്ങളൊരു രാജാവല്ല, പകരം നിങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളുടെ പ്രതിനിധി മാത്രമാണ് എന്നുള്ളതും സുരേഷ് ഗോപി പലപ്പോഴായി മറന്നു പോകുന്നു. അതിന് ഉദാഹരണങ്ങളായി ഇപ്പൊ നമ്മുടെ കേരളത്തിൽ BJPക്ക് എന്ന റൂട്ട് മുതൽ തന്നെ, വേര് മുതൽ തന്നെ ഒരു വലിയ ഗുണം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, നേട്ടമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രവർത്തന പരിപാടിയാണ് ഈ കലുങ്ക് സംവാദം എന്ന് പറയുന്നത്. നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ കലുങ്ക് സംവാദത്തിൽ വന്ന പലരോടും പെരുമാറിയിട്ടുള്ള രീതി വളരെ മോശപ്പെട്ട രീതി തന്നെയാണ് എന്നുള്ളത് നമുക്കറിയാം. അവരോട് എന്നെ നെഞ്ചത്തോട്ട് കയറിക്കൂ എന്ന് പറയുന്ന ഒരു ഏതെങ്കിലും ഒരു പൊതുപ്രവർത്തകൻ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരാളെ പൊതുവേദിയിൽ വെച്ച് അപമാനിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഏതെങ്കിലും ഒരാളെ പൊതുവേദിയിൽ വെച്ച് ഏതെങ്കിലും ഒരു നേതാവ് ഇങ്ങനെ അധിക്ഷേപിച്ചിട്ടുണ്ടോ? അത് CPM ആയിക്കോട്ടെ, എന്തിനേറെ BJPയിലെ ഏതൊരാളുമായിട്ട് പറ്റിച്ചിട്ട് പോയിട്ടുണ്ട് BJPക്കാർ. അത് നമ്മുടെ പ്രധാനമന്ത്രിയാണ്. വയനാട്ടിലുള്ള സാധാരണക്കാരെ പറ്റിച്ചിട്ട് പോയിട്ടുണ്ട്. അല്ലാതെ ഏതെങ്കിലും ഒരു നേതാവ് പൊതുജന മധ്യത്തിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. അവരാരും ഇങ്ങനെ ഈ രീതിയിൽ പെരുമാറിയിട്ടില്ല. വേലായുധനെ പോലെ, അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഒരു വൃദ്ധയായ ഒരു സ്ത്രീക്കെതിരായി നടത്തിയ അധിക്ഷേപ പരാമർശം പോലെ ആരെങ്കിലും ഇങ്ങനെ പരാമർശിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതവിടെ നിൽക്കട്ടെ. അർഹിക്കാത്തത് തൻ്റെ കയ്യിലേക്ക് വീണ് കിട്ടിയതിൻ്റെ സന്തോഷമോ വെപ്രാളവുമാണ് ഈ പറയുന്ന സുരേഷ് ഗോപിക്ക് എന്ന് പറഞ്ഞാലും അത് അധികപ്പറ്റാവില്ല. കാരണം കത്തോലിക്ക സഭ തന്നെ അവരുടെ മുഖപത്രത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ലേഖനം എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഈ സുരേഷ് ഗോപി ഇക്കണ്ട കാലം അത്രയും തൃശ്ശൂരിൽ കിടന്ന് കാണിച്ചതെല്ലാം കപട നാടകമായിരുന്നു എന്നുള്ളതിനെ അടിവരയിട്ട് ഉറപ്പിക്കുന്നതാണ് കത്തോലിക്ക സഭയുടെ ആ ഒരു ലേഖനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ പറയുന്ന പോലെ നമുക്കറിയാം എന്തൊക്കെ കാര്യങ്ങളാണ് സുരേഷ് ഗോപി അവിടെ നിന്നുകൊണ്ട് കാണിച്ചു കൂട്ടിയത്. ലൂർദ് മാതാവിന് കിരീടം സമർപ്പിക്കുന്നു, അവിടുത്തെ കത്തോലിക്ക സഭകളിലേക്ക് പോകുന്നു, അവിടെ പള്ളികളിലേക്ക് പോകുന്നു. അതോടൊപ്പം തന്നെ കരുവന്നൂർ ബാങ്കിനെ ഒരു രാഷ്ട്രീയ നാടകമാക്കി അദ്ദേഹം ഉപയോഗിക്കുന്നു. കരുവന്നൂർ ബാങ്കിലെ ഇരകളുടെ വീട്ടിലേക്ക്, അതായത് നിക്ഷേപ തട്ടിപ്പിന് ഇരയായ പാവങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നു. അതിൽ നിക്ഷേപ തട്ടിപ്പിന് ഇരയായ ഒരു സ്ത്രീയോടാണ് മോശമായി കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി പെരുമാറിയത് നമ്മൾ ഓർക്കണം. നിക്ഷേപ തട്ടിപ്പിന് ഇരയായ ഒരു സ്ത്രീയോട്, ആ ഒരു അമ്മയോട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളല്ലേ എന്നെ നെഞ്ചത്തോട്ട് കയറിക്കോ എന്നാണ് പറയുന്നത്. ഇങ്ങനെയാണോ ഒരു പൊതുപ്രവർത്തകൻ ഒരു പൊതുവേദിയിൽ സംസാരിക്കേണ്ടത്? മ്ലേച്ഛം എന്ന് പറഞ്ഞാലും അതിലും മോശപ്പെട്ട ഒരു വാക്ക് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു സുരേഷ് ഗോപിയുടെ ഇത്തരം പ്രവൃത്തികളെ വിശദീകരിക്കാൻ. അപ്പോൾ അതിൽ പറയുന്നത്, ഈ ലേഖനത്തിൽ അത് തന്നെയാണ് പറയുന്നത്, കത്തോലിക്ക പള്ളികളിലേക്കും അതോടൊപ്പം ഈ പറയുന്ന കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിന് ഇരയായവരുടെ വീട്ടിലേക്ക് നടത്തിയ യാത്രകൾ എന്താണ്, ആസൂത്രണം ചെയ്തത് ആണ് എന്നുള്ളതാണ്. അപ്പൊ ഈ ആസൂത്രണം ചെയ്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാണ്
പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ആസൂത്രണം ചെയ്തത് എന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഈ കത്തോലിക്ക പള്ളിയിലേക്കും അല്ലെങ്കിൽ പള്ളികളിലേക്കും ഈ പറയുന്ന ഇരകളുടെ വീട്ടിലേക്കും ഇങ്ങനെ ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നത്? ആ ആസൂത്രണത്തിന്റെ പിന്നിൽ വോട്ട് കൊള്ളയ്ക്ക് മറയിടുക എന്ന് പറയുന്ന ലക്ഷ്യമാണ് ഉണ്ടായിരുന്നത്. അതായത് സുരേഷ് ഗോപി അവിടെ വ്യാപകമായി വോട്ട് തിരിമറി നടത്തിയിട്ടുണ്ട് എന്ന് പകൽ പോലെ വ്യക്തമാണ്. അപ്പോൾ ആ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾക്ക് മറയിട്ടുകൊണ്ട് എനിക്ക് ക്രിസ്ത്യൻ വിശ്വാസികളുടെ വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്, ഈ പറയുന്ന കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇരകളുടെയും അവരുടെ കുടുംബങ്ങളിൽ നിന്നും എനിക്ക് വോട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കുക എന്ന് പറയുന്ന ഒരു ഗൂഢ ലക്ഷ്യമായിരുന്നു ഈ സുരേഷ് ഗോപിയുടെ പിന്നിൽ അല്ലെങ്കിൽ ഇത്തരം യാത്രകൾക്ക് പിന്നിൽ ഉണ്ടായിരുന്നത് എന്നാണ് കത്തോലിക്കയുടെ മുഖപത്രത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ, കത്തോലിക്ക അതിലൂടെ ഈ പറയുന്ന പത്രത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് അവർ പറയുന്നത്. അപ്പോ പിന്നെ ഇതെല്ലാം ആസൂത്രണമായ കാര്യം, അവിടെ പോകുന്നു, ചില കാര്യങ്ങളൊക്കെ സംഭാവന ചെയ്യുന്നു, സമ്മാനം നൽകുന്നു എന്നൊക്കെ വരുത്തി തീർക്കുക എന്നുള്ളതാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ എങ്ങനെ സംഭവിക്കും? അപ്പൊ ഈ പറയുന്ന കത്തോലിക് പള്ളികളിലേക്ക് പോകുന്നു, അവിടെ പലർക്കും വേണ്ട സഹായങ്ങൾ ചെയ്യിക്കുന്നു, പിന്നെ ലൂർദ് മാതാവിന് കിരീടം സമർപ്പിക്കുന്നു തുടങ്ങിയ നടപടിക്രമങ്ങളുമായിട്ട് പോകുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ വിചാരിക്കുന്നു ഇത് തന്നെയല്ലേ ഇനി ആ കിട്ടിയ വോട്ട് മുഴുവൻ ഇങ്ങനെ ഇവരെ പ്രീണിപ്പിച്ചത് കൊണ്ട് കൊടുത്ത വോട്ടുകളാണ് എന്നൊരു തെറ്റിദ്ധാരണ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കുക. അതോടുകൂടി വോട്ട് കൊള്ള എന്ന് പറയുന്നത് മറന്നുപോകും. സുരേഷ് ഗോപി വ്യാപകമായി പല ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടും വാടകയ്ക്ക് പല വീടുകൾ എടുത്തു വെച്ചുകൊണ്ടും അവിടെ ആയിരക്കണക്കിന് അല്ലെങ്കിൽ 10,000-ഓളം വോട്ടുകൾ അവിടെ ചേർത്തിരുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ രേഖകൾ നമുക്ക് പുറത്തു വന്നില്ലേ? അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു തെറ്റായ പ്രചരണം നടത്തുക എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ തെറ്റായ പ്രചരണം നടത്തുന്നതിന്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത് എന്നും അവർ അതിനെക്കുറിച്ച് വ്യക്തമാക്കുന്നുണ്ട്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഇവരുടെ മാതൃസംഘടനയായ RSS ആണ്. ചില മാധ്യമങ്ങളെ കൂടെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇത്തരത്തിൽ വ്യാപകമായ പ്രചരണം ആ ജനങ്ങൾക്കിടയിലേക്ക് ഉണ്ടാക്കി എടുക്കുകയാണ് ശരിക്കും സുരേഷ് ഗോപി ചെയ്യുന്നത്. ഇത് ഇവരുടെ ആ പിന്നെ മാഗസിനിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അവിടെ ഇപ്പൊ കാസ പോലെയുള്ള സംഘടനകൾ കുത്തിവെക്കുന്ന വിഷബീജം ഏറ്റുവാങ്ങി മതസ്പർദ്ധയും സാമുദായിക വൈരവും പ്രസംഗിക്കുന്നവർ അതിന്റെ ഉറവിടം തിരിച്ചറിയണം എന്നുള്ള ഒരു സൂചനയും അവർ കൊടുക്കുന്നുണ്ട്. അതായത് കാസ പോലെയുള്ള സംഘടനകൾ ജനങ്ങൾക്കിടയിലേക്ക് ഉണ്ടാക്കി വെക്കുന്ന ഒരു വലിയ മതവൈര്യമുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ പറയുന്ന സാമുദായിക വൈരം ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് വരാൻ ആഗ്രഹിക്കുന്ന ചിലർ ഇതിന്റെ ഉറവിടം ഇത് എവിടെ നിന്നാണ്, എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാകുന്നത് എന്ന് ചിന്തിക്കണം. എന്ന് വെച്ചാൽ ഈ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുക, നമുക്കറിയാം സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ ആംബുലൻസിൽ വരെ, സേവാഭാരതിയുടെ ആംബുലൻസിൽ വരെ അവിടെ എത്തിക്കാൻ അവിടെ RSSകാരുണ്ടായിരുന്നു. എന്നിട്ട് ഇതെല്ലാം കൂടെ CPM ഇവിടെ ഇടനില നിന്ന് കൊടുത്തതിൻ്റെതാണെന്ന് പറയുന്നു. നമ്മൾ സിംപ്ലി ചിന്തിച്ചാൽ മതിയല്ലോ. നമ്മൾ അധികം ലോജിക്കൊന്നും കൊടുക്കണ്ട. ലോജിക്ക് കൊടുക്കാതെ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ സുരേഷ് ഗോപി 1ാം സ്ഥാനവും 2ാം സ്ഥാനം ഈ പറയുന്ന VS സുനിൽകുമാറും 3ാം സ്ഥാനത്തേക്ക് K മുരളീധരനും പോയപ്പോൾ തന്നെ നമുക്ക് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായതാണ്. അപ്പോഴും പറഞ്ഞു എന്താണ്, സുരേഷ് ഗോപിയെ അവിടെ വിജയിപ്പിക്കാൻ വേണ്ടി പൂരം കലക്കി കൊടുത്തതാണ് നമ്മുടെ സർക്കാർ, പിണറായി വിജയൻ അതിന് കൂട്ടുനിന്നു എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വന്നല്ലോ. അപ്പൊ വ്യാഖ്യാനങ്ങളെ തീർത്തും തള്ളിക്കളയേണ്ട ഒന്നാണെന്ന് നമുക്ക് മനസ്സിലായതല്ലേ. കാരണം ഏറ്റവും കൂടുതൽ വോട്ട് ഇവിടെ നിന്ന് കോൺഗ്രസിൽ നിന്ന് പോയി. ഇപ്പൊ കോൺഗ്രസിൽ നിന്ന് വോട്ട് പോയിട്ടില്ല, CPI-യിൽ നിന്നോ അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടിയിൽ നിന്നോ അല്ലെങ്കിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയിൽ നിന്നാണോ വോട്ട് പോയതെങ്കിൽ തീർച്ചയായും നമുക്ക് ഊഹിക്കാം അവിടെ മത്സരിച്ച VS സുനിൽകുമാർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തേക്ക് വരുമായിരുന്നു. എന്നാൽ അങ്ങനെയല്ല സംഭവിച്ചത്. VS സുനിൽകുമാർ 2ാം സ്ഥാനത്താണ് എത്തിയത്. അപ്പൊ അതിന്റെ അർത്ഥം പാർട്ടി വോട്ടുകൾ മറിഞ്ഞിട്ടില്ല എന്നല്ലേ? അപ്പം ഇങ്ങനെ സുരേഷ് ഗോപിക്ക് ജയിക്കാൻ വേണ്ട ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുക്കുക, ഒരു തട്ടുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അക്ഷരാർത്ഥത്തിൽ ഈ പറയുന്ന നേതാക്കന്മാരെല്ലാം പദ്ധതിയിട്ടിരുന്നത്. അല്ലെങ്കിൽ അതിന് RSSും ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് കൃത്യമായ അജണ്ട ഉണ്ടാക്കിക്കൊണ്ട് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത് മുഴുവൻ ക്രിസ്ത്യാനികളാണ് എന്നുള്ള രീതിയിൽ അവരുടെ മേലേക്ക് കൊണ്ട് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇതിന്റെ ഭാഗമായി ഈ കാസ അടക്കമുള്ള ഈ തീവ്ര വർഗീയത പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന ഇവരെല്ലാം കൂടെ ഒരു ഗ്രൂപ്പ് ആകുന്നു, RSSും കാസയും ഒക്കെ. എന്നിട്ട് ഇവരിങ്ങനെ പ്രചരണം നടത്തിക്കൊണ്ട് അവിടുത്തെ ക്രിസ്ത്യാനികളെ വേട്ടയാടുകയും ഹിന്ദു ക്രിസ്ത്യൻ ഒരു ഹാർമണിക്ക് അവിടെ തടസ്സമുണ്ടാക്കുകയും ചെയ്യുന്നു എന്ന തരത്തിലുള്ള വ്യാഖ്യാനമാണ് അവർ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ, അതായത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നില്ല എങ്കിൽ തൃശ്ശൂരിലേതുപോലെയുള്ള തിരിമറികളും കൈപ്പിഴകളും ഇനിയും ആവർത്തിക്കും എന്നും പറയുന്നുണ്ട്. അതായത് ഇങ്ങനെയുള്ള വർഗീയ വിഷവിത്തുകളെ നമ്മൾ തിരിച്ചറിയണം.
തിരിച്ചറിഞ്ഞിട്ട് അതിനനുസരിച്ച് നമ്മൾ സ്വയം മാറേണ്ടതുണ്ട്. അവരെ അംഗീകരിക്കാതിരിക്കുക എന്നുള്ളതാണ് എല്ലാവരും ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഒരു ആഹ്വാനം കൊടുക്കുകയാണ്. അങ്ങനെ ചെയ്തില്ല എങ്കിൽ സംഭവിക്കാൻ പോകുന്ന ഒരു വലിയ ദുരന്തമായിരിക്കും. അതായത് ഇപ്പോഴത്തെ സംഭവിച്ച പോലെ കൈപ്പിഴകളും അതോടൊപ്പം തന്നെ തിരിമറികളും, ഈ വോട്ട് തിരിമറികൾ അടക്കമുള്ള കാര്യങ്ങൾ വീണ്ടും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകും എന്നുള്ള ഒരു സൂചന കൂടി, മുന്നറിയിപ്പ് കൂടി കത്തോലിക്ക സഭ എന്ന് പറയുന്ന ഈ മുഖപത്രം നൽകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതിനകത്ത് മറ്റൊരു സംശയം കൂടി അവർ ഉയർത്തുന്നുണ്ട്. സംസ്ഥാനത്ത് എല്ലായിടത്തും വോട്ട് വർദ്ധിച്ചെങ്കിലും തൃശ്ശൂരിലെ വർധനയുടെ തോത് സംശയാസ്പദമാണ് എന്ന് അതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. തൃശ്ശൂരിലുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സൂചിപ്പിക്കുകയും ചോദിച്ചാൽ, നമ്മുടെ സംസ്ഥാനത്ത് ആകമാനമുള്ള വോട്ട് വർധനയുടെ ശരാശരി എന്ന് പറഞ്ഞാൽ 6.11% എങ്കിൽ തൃശ്ശൂരിൽ മാത്രം അത് 10% മുകളിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ അത്തരത്തിലുള്ള ചില തിരിമറികൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഊഹിക്കാവുന്നതാണ്. അതായത് സംസ്ഥാന ശരാശരിയേക്കാൾ 4% വർധനവാണ് ശരിക്കും തൃശ്ശൂരിൽ വോട്ട് ഉണ്ടായിരിക്കുന്നത്. അതായത് 6% വർധനവ്, ഏകദേശം 16%. അതായത് 4% സംസ്ഥാന ശരാശരിയെങ്കിൽ 6%-ൽ കൂടുതലാണ് ശരിക്കും തൃശ്ശൂരിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് പറയുന്നത്. എന്നിട്ട് മറ്റൊരു കാര്യമുണ്ട്, ഇവിടെ വോട്ട് തട്ടിപ്പ് നടന്നു എന്ന് പറയുന്ന സമയത്ത് BJP എങ്ങനെയാണ് പ്രതിരോധിച്ചതെന്ന് നമുക്കറിയാമല്ലോ. എന്താ, നിങ്ങൾ പ്രതിപക്ഷ മറ്റു പാർട്ടിക്കാരെന്താ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നു. അതായത് BJP നേതാക്കൾ ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾ ഇരിക്കുന്ന സമയം, നിങ്ങൾ സംസ്ഥാനം ഭരിക്കുന്ന സമയം, അല്ലെങ്കിൽ നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്ന സമയം, അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ ഇങ്ങനെ വോട്ട് തട്ടിപ്പ് നടന്നത് എന്ന ഒരു മറുചോദ്യം ചോദിച്ചുകൊണ്ട് ആണ് ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള കാര്യം, അതായത് ഞങ്ങൾ ഭരിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും, ഞങ്ങൾ വിജയിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് നെറികേടുന്ന് കാണിക്കും എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിൽ വോട്ട് മറിക്കാം അല്ലെങ്കിൽ വോട്ടിൽ തിരിമറി നടത്താം എന്ന് സുരേഷ് ഗോപിയും അല്ലെങ്കിൽ സുരേഷ് ഗോപിക്കൊപ്പം നിൽക്കുന്ന ഉപജാപക സംഘവും കൂടി തിരിച്ചറിഞ്ഞു, അല്ലെങ്കിൽ അങ്ങനെ ഒരു കളി കളിച്ചു. ആ കളിയുടെ പരിണിത ഫലം എന്നോണം സുരേഷ് ഗോപി വിജയിക്കുകയും ചെയ്തു. അപ്പോൾ ആണ് പറഞ്ഞത്, അനർഹമായ കൈകളിലേക്ക് അധികാരം കിട്ടിയതിന്റെ നെഗളിപ്പാണ് സത്യത്തിൽ സുരേഷ് ഗോപി ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് സാധാരണക്കാരോട് പുച്ഛം. എന്നിട്ട് ഈ പറയുന്ന അവിടെ കുടയും പിടിച്ചുകൊണ്ട് ഒരു കുടക്കീഴിൽ ഇങ്ങനെ ഇരുന്നു കൊണ്ട് താനെന്തോ മഹാരാജാവാണെന്നും തനിക്ക് മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്ന സാധാരണക്കാരെല്ലാം തന്റെ പ്രജകളാണെന്നും എന്നുള്ള ഒരു ധാരണ പുള്ളിയുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് പാവപ്പെട്ടവനെല്ലാം ഇങ്ങനെ അരഷ്ടിച്ച് ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോട്ടെ എന്ന് കരുതുന്ന ഒരാളാണ് സുരേഷ് ഗോപി. കാരണം എന്താണെന്ന് വെച്ചാൽ അനർഹമായത് കയ്യിൽ കിട്ടിയതിന്റെ നെഗളിപ്പ്, അത് തന്നെയാണ് കാരണം. അപ്പൊ അതിനെ ചോദ്യം ചെയ്യുകയാണ് ഇപ്പോൾ കത്തോലിക്ക സഭ. എന്ന് വെച്ചാൽ സുരേഷ് ഗോപി വിജയിച്ചതുമായി ബന്ധപ്പെട്ട്, ഈ വോട്ട് തിരിമറിയുമായി ബന്ധപ്പെട്ട് കത്തോലിക്ക സഭയ്ക്ക് യാതൊരു പങ്കുമില്ല എന്ന്, അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപിയുടെ വിജയത്തിൽ തങ്ങൾ പങ്കാളികളല്ല എന്ന് ഊട്ടി ഉറപ്പിച്ച് അടിവരയിട്ട് പറയുകയാണ് ഇപ്പോൾ കത്തോലിക്ക സഭ ചെയ്തുകൊണ്ടിരിക്കുന്നത്.